വിശ്വാസ സമൂഹത്തിൻ്റെ നന്മയ്ക്കൊപ്പം പൊതുസമൂഹത്തിൻ്റെയും നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒട്ടേറെ വൈദിക ശ്രേഷ്ഠന്മാർ കേരളത്തിലുണ്ട്. അത്തരത്തിലൊരാളാണ് ഇന്ന് ഇൻസൈഡിൽ നമ്മോടൊപ്പം ഉള്ളത്. സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ മാവേലിക്കര ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ്. വിദ്യാഭ്യാസ രംഗത്തെ മികച്ച പ്രവർത്തകനാണ്, മദ്യവിരുദ്ധ പ്രവർത്തകനാണ്. സർവോപരി സമൂഹത്തിലെ അപജയങ്ങൾക്കെതിരെ നിരന്തരം പ്രതികരിക്കുന്ന ആളുമാണ്. നമസ്കാരം. വളരെ അങ്ങ് ഒക്കെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ വളരെയേറെ ചർച്ച ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മുടെ ഈ കൂടിക്കാഴ്ച. മറ്റൊന്നുമല്ല, മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ വിവാദത്തിലേക്കും അഴിമതി ആരോപണങ്ങളിലേക്കും ഒക്കെ പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച. മദ്യവിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പുരോഹിതന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ഇപ്പോൾ നടപ്പാക്കുന്ന മദ്യനയം തൃപ്തികരമാണ്. ഇപ്പോഴത്തെ നയവും നേരത്തെയുള്ള നയവും നാളെ ഉണ്ടാകാൻ പോകുന്ന നയവും എടുക്കേണ്ടത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ജനായത്ത ഭരണമുള്ള നമ്മുടെ നാട്ടിൽ ചുമതലപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെയുള്ള നേതൃത്വനിരയാണ്. ഘട്ടം ഘട്ടമായി മദ്യനിരോധനം ഏർപ്പെടുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ പ്രഖ്യാപിക്കുകയും ഘട്ടം ഘട്ടമായി അതിൻ്റെ ബാറുകളുടെയും ബീവറേജസ് കോർപ്പറേഷൻ്റെയും എണ്ണം വർദ്ധിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് മദ്യത്തിനെതിരെ പ്രതികരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ മാനുഷികമായ ഒരു വലിയ പ്രശ്നത്തിൽ നിന്നും ഒരു സമൂഹത്തെ മോചിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ മുമ്പോട്ടിറങ്ങിയിരിക്കുന്നത്. ഒരു മനുഷ്യനും നശിക്കാൻ പാടില്ല. എന്നാൽ മനുഷ്യരെ നശിപ്പിക്കുവാൻ ബോധപൂർവമായ ഒരു പരിശ്രമമാണ് മദ്യ വ്യവസായത്തിലൂടെ മദ്യം സംലഭ്യമാക്കി കൊടുത്തുകൊണ്ട് നടത്തുന്നത് എന്ന് കണ്ടപ്പോഴും മദ്യത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? മെഡിക്കൽ സ്റ്റോറിൽ പോയി നമ്മളൊരു മരുന്ന് വാങ്ങിച്ചാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വ്യക്തമായി അതിൽ രേഖപ്പെടുത്തണം. എന്നാൽ മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ളതിന് അപ്പുറമായിട്ട് എന്തുകൊണ്ടാണിത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള ഇൻഗ്രീഡിയൻസ് വ്യവസ്ഥ ചെയ്യപ്പെടാത്ത ഒരു മദ്യത്തെ അംഗീകരിക്കാനാവില്ല. മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിച്ച് അവൻ്റെ ജീവനെ നശിപ്പിച്ച് അവനെ അവൻ്റെ കുടുംബത്തിൽ അന്യനാക്കി മാറ്റി സമൂഹത്തിൽ അന്യനാക്കി മാറ്റി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അത് പാടില്ല. വ്യക്തി തകരുന്നു, കുടുംബം തകരുന്നു, വിവാഹമോചന കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, അധാർമികതയും അരാജകത്വവും കുടികൊള്ളുന്നു എന്നുള്ള പശ്ചാത്തലത്തിലാണ് ഇതിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ബുദ്ധിയുള്ള മൃഗമായ മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിക്കാതെ അതിനെ തളർത്താതെ ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ മൃഗീയമായ വാസനകളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനാക്കണം, മനുഷ്യനെ മനുഷ്യനാക്കണം. ആ ഒരു സങ്കല്പത്തിലാണ് മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇറങ്ങിയത്. ഇപ്പോൾ സർക്കാർ ഈ മദ്യനിരോധനവുമായിട്ട് അതിൻ്റെ ഒരു പ്രാരംഭ നടപടി എന്നുള്ള നിലയിൽ ബാറുകൾ നിർത്തലാക്കി, ഇനി ഘട്ടഘട്ടമായിട്ട് നിർത്തലാക്കുമെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ വിപത്തിനെ പൂർണ്ണമായിട്ടും സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ മദ്യനിരോധനം കൊണ്ട് സാധിക്കുമോ? നിരോധനം കൊണ്ട് സാധിക്കുമോ? അതോ അതിലും ഒരു പടിയും കൂടെ കടന്ന് നിരോധനവും വർജനവുമാണ് അല്ലേ നടപ്പാക്കേണ്ടത്? സംലഭ്യമാക്കി കൊടുത്തുകൊണ്ട് ഈ അടവ് നയം വർജനമെന്നോ നിരോധനമെന്നോ ഒക്കെ പറഞ്ഞാൽ ആവശ്യത്തിലേറെ മദ്യം സംലഭ്യമാക്കി കൊടുത്തുകൊണ്ട് ഇങ്ങനൊരു നിരോധനമോ നിയന്ത്രണമോ ഏർപ്പെടുത്താനാവില്ല. ബാറുകൾ അടച്ചിട്ട് ബീവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ തുറന്നു വിട്ടുകൊണ്ട്
എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഭാഷയിൽ മദ്യത്തിൻ്റെ വരുമാനം കൂടിയിട്ടുണ്ട്, ബാറുകളൊക്കെ അടച്ചിട്ടും എന്നാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? നയമില്ല. നയം പാളാനെന്ത് നയമില്ല. ഈ നയമെന്ന് പറയുന്നത് ഓരോരുത്തരുടെയും മനസ്സിലുള്ള സങ്കല്പമാണെങ്കിൽ, ഒരു നയമുണ്ടെങ്കിൽ അത് വ്യക്തമായി എഴുതി വയ്ക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. കെയർഫുള്ളി റിട്ടൺ ആൻഡ് കെയർഫുള്ളി ഫോളോഡ്. ഇത് കെയർലെസ്ലി റിട്ടൺ ആൻഡ് കെയർലെസ്ലി ഫോളോഡ്. ഒരു നയമെന്ന് പറയാൻ ഒക്കില്ല. ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടമനുസരിച്ച്, ഓരോരുത്തരുടെയും സ്വാധീനമനുസരിച്ച് ഇവിടുത്തെ ജനങ്ങളെ നശിപ്പിക്കാൻ പാടില്ല. ഇവിടെ ഭരണം നടക്കണം. ഭരണം നടത്താൻ പറ്റില്ല എങ്കിൽ ചുമതലപ്പെട്ട ആളുകൾ ഭരണം നിർത്തിയിട്ട് ഇറങ്ങിപ്പോകണം. അതാണ് അതിൻ്റെ മാന്യത. തീർച്ചയായിട്ടും ഈ ബാറുകൾ നിർത്തലാക്കിയപ്പോൾ തന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടായി, അഴിമതി ആരോപണങ്ങളുണ്ടായി. ഒരു പ്രമുഖ മന്ത്രിക്കെതിരെ തന്നെ, വളരെ മുതിർന്ന മന്ത്രിക്കെതിരെ തന്നെ അഴിമതി ആരോപണങ്ങളുണ്ടായി. അങ്ങ് ഈ പറഞ്ഞ നയം നടപ്പാക്കുന്നതിലെ ആ ഒരു ദീർഘവീക്ഷണമില്ലായ്മ, നയം ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ധൈര്യമില്ലായ്മ, ഇതൊക്കെയല്ലേ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളും അഴിമതി പ്രശ്നങ്ങളും അഴിമതി ആരോപണവും അതിലേക്കൊക്കെ വഴിവെച്ചത്? കൂട്ടുമന്ത്രിസഭ എപ്പോഴും അപകടകരമായ ഒന്നാണ്. കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനാവില്ല. കൂട്ടുമന്ത്രിസഭയിലെ എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട്. എന്നാൽ എല്ലാവരും ഒന്നിച്ച് ജനത്തിനു വേണ്ടി നിൽക്കുന്നു എന്ന് കാണുമ്പോൾ ജനം അതിനെ സ്വീകരിക്കും. എന്നാൽ ചില വ്യക്തികളുടെ, ചില പാർട്ടികളുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ഒരു സംസ്ഥാനം ഭരിക്കേണ്ടത് എന്ന് വരികിൽ അത് ഏതാനും ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള ഭരണമായിരിക്കും, അല്ലാതെ ജനത്തിന് വേണ്ടിയുള്ള ഭരണമായിരിക്കില്ല. ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിവുള്ളവരാണ്. അവരിത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. തെറ്റ് ആരുടെ ഭാഗത്തു നിന്ന് വന്നാലും തെറ്റാണെന്ന് പറയുവാനും അത് അംഗീകരിക്കുവാനും തിരുത്തുവാനുമുള്ള ഒരു ആർജവം കാണിക്കണം. അല്ലാതെ തെറ്റിനെ പോറ്റി പുലർത്താൻ നോക്കിയാൽ, ഒരു തെറ്റിനെ സംരക്ഷിക്കാൻ നോക്കുമ്പോൾ 9 തെറ്റ് ചെയ്തേണ്ട വരുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. താങ്കളുടെ തന്നെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖലയാണ് വിദ്യാഭ്യാസ രംഗം. ഈ വിദ്യാഭ്യാസ രംഗം ഒട്ടേറെ പ്രശ്നങ്ങൾ, ഒരു പരിധിവരെ പറഞ്ഞാൽ ഈ സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നായി നമ്മളുടെ വിദ്യാഭ്യാസ രംഗം മാറിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ അങ്ങൂടെ നല്ല സാക്ഷിയായി നമ്മളുടെ ചാവറ അച്ഛൻ്റെ വിശുദ്ധ പ്രഖ്യാപനം. വിദ്യാഭ്യാസ മേഖലയിൽ പൊതുജനങ്ങളുടെ, ഈ സാധാരണക്കാരനിലേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പ്രയോജനം, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഒക്കെ സാധാരണക്കാരിലേക്ക് എത്തിച്ചതിൽ വലിയ പങ്കുവഹിച്ച, മഹത്തായ പങ്കുവഹിച്ച ഒരാളാണ് ചാവറയച്ചൻ. അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ് പള്ളിക്കൊരു പള്ളിക്കൂടം. ഈ വിദ്യാഭ്യാസ രംഗത്തിൽ നമുക്ക് വിചാരിച്ച രീതിയിൽ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടോ? കേരള വിദ്യാഭ്യാസത്തെക്കുറിച്ച് നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് അഭിമാനിക്കാം. നിശ്ചയമായിട്ടും മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയേറെ വിദ്യാഭ്യാസത്തിൽ മുന്നേറിയിട്ടുണ്ട്. എന്നാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വികസനത്തിൻ്റെയും വിമോചനത്തിൻ്റേതുമായ ഒരു വലിയ പ്രത്യയശാസ്ത്രം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ വികസനം ബൗദ്ധികമായി, മാനസികമായി, ശാരീരികമായി, കായികപരമായി, കലാപരമായി ഒക്കെ വളർന്ന് വികസിച്ചു വരാനുള്ള ഒരു വലിയ അവസരമാണ് വിദ്യാഭ്യാസത്തിലൂടെ കൊടുക്കേണ്ടത്. ഓരോ വ്യക്തിയിലും ഈശ്വരൻ നിക്ഷേപിച്ച നിക്ഷേപം എന്താണെന്ന് കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുവാൻ മാതാ, പിതാ, ഗുരു, ദൈവം എന്ന സങ്കല്പത്തിൽ ഇന്ത്യ ആരംഭത്തിൽ തന്നെ അതിനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് സഭയും സമൂഹവും മുൻപോട്ട് വന്ന സാഹചര്യത്തിൽ ചാവറയച്ചനെ പോലെയുള്ള ആളുകൾ ഒരു നാടിൻ്റെ വികസനവും വിമോചനവും വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ എന്ന ബോധ്യത്തോടു കൂടി സമാരംഭിച്ചതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ.
അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ആരാധനയോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങളും എന്ന ഒരു സങ്കല്പത്തിൽ അദ്ദേഹം എത്തിയത്. കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമൂഹവും പിന്നീട് മറ്റ് സമൂഹങ്ങളുമൊക്കെ ഈ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്നും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസത്തിൽ മുൻപോട്ട് വന്നിട്ടില്ല എന്നുള്ള ദുഃഖസത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ബീഹാറിനെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് എത്ര IAS-കാർ IPS-കാർ ഉന്നതരായ ആളുകൾ വന്നിട്ടുണ്ട്? കേരളത്തിൽ നിന്ന് എത്ര പേരങ്ങനെ വന്നിട്ടുണ്ട്? അഥവാ കേരളത്തിൽ നിന്നും വന്നാലും കേരളക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിച്ചു വളർന്നു വന്നിട്ടുള്ള ആളുകളാണ് ഈ വരുന്നത്. അല്ല, ഇവിടെ നിന്ന് എത്ര പേര് വന്നിട്ടുണ്ടെങ്കിൽ ഏത് മീഡിയത്തിലൂടെയാണ് വന്നിരിക്കുന്നത്? സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണോ, ICSE സിലബസ് ആണോ, മെട്രിക്കുലേഷൻ സിലബസ് ആണോ, ആംഗ്ലോ ഇന്ത്യൻ സിലബസ് ആണോ, സ്റ്റേറ്റ് സിലബസ് ആണോ എന്നൊക്കെ നോക്കുമ്പോൾ അവിടെയാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ ഒരു വളർച്ചയ്ക്ക് ഇവിടെ കേരളത്തിൽ സഹായമാകാത്തതിൻ്റെ കാരണം എന്താണ്? ഓരോ പ്രാവശ്യവും ഭരണം വരുമ്പം വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളുകൾ ഇതുമായി പ്രായോഗികമായ പരിശീലനമില്ലാത്തവരാണെങ്കിൽ അവർക്ക് നിയന്ത്രണം കൊടുക്കേണ്ടതായ ഗൈഡൻസ് കൊടുക്കേണ്ടതായ ഉദ്യോഗസ്ഥ കൂട്ടായ്മ, IAS ഉദ്യോഗസ്ഥർ, മറ്റാളുകൾ, അവരൊക്കെ പറയുന്നത് കേൾക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടി വിദ്യാഭ്യാസത്തെ കൈകാര്യം ചെയ്യാൻ പോയാൽ അത് ശരിയാകുകയില്ല. തമിഴ്നാട്ടിൽ മിസ്റ്റർ MG രാമചന്ദ്രൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞൊരു ആചകമുണ്ട്, എനിക്ക് വലിയ അറിവൊന്നുമില്ല, പക്ഷെ അറിവുള്ളവനെ വെച്ച് ഞാൻ ആഴ്ച നടത്തും. എനിക്ക് വലിയ അറിവില്ല. സത്യമാണ്, അദ്ദേഹം ഒരു സിനിമയിൽ പ്രവർത്തിച്ച ആളാണ്, പക്ഷെ പാവങ്ങളോടുള്ള പ്രതിബദ്ധത ഉണ്ടായിരുന്നു. എനിക്ക് വലിയ അറിവില്ല, പക്ഷെ അറിവുള്ളവനെ വെച്ച് ഞാൻ ആഴ്ച നടത്തും, ഭരണം നടത്തും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ വിദ്യാഭ്യാസത്തിൽ ചുമതലപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങൾ മന്ത്രി പറയുന്നതൊക്കെ കേട്ടോണം, പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കുള്ള ബുദ്ധി ഉപയോഗിച്ച് ഈ സംസ്ഥാനത്തിലെ വിദ്യാഭ്യാസത്തിന് ചുമതലയുള്ള ആളെന്നുള്ള നിലയിൽ അങ്ങനെ വേണം ചെയ്യാൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് ചോദിച്ചേക്കണം, ഞാൻ മന്ത്രിയോട് ചോദിച്ചിട്ട് അതിനുള്ള നിർദ്ദേശം തരാമെന്ന്. ഇതിലങ്ങ് പറഞ്ഞതില്ലേ, ഇപ്പം ഇതിനെ വിദ്യാഭ്യാസ മേഖലയെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനെയൊക്കെ കൈയാളുന്ന ഭരണ നേതൃത്വത്തിന് അങ്ങനെയൊക്കെയുള്ളൊരു വീഴ്ച ഇതിലുണ്ടായി എന്ന് പറയുന്നു. ഇതോടൊപ്പം തന്നെ നമ്മുടെ മാനേജ്മെൻറ്റുകൾ, ഇപ്പം സഭയുടെ അടക്കമുള്ള സ്കൂളുകളിലൊക്കെയുള്ള മാനേജ്മെൻറ്റുകളിൽ ഇപ്പം അത് ഒരു ഈ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ചില പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു ആശയത്തിലേക്ക് ഉയരാത്തത് കൊണ്ടോ ഉണ്ടാകുന്നതാകാം. എങ്കിൽ പോലും അത്തരത്തിലുള്ള ആക്ഷേപങ്ങളില്ലേ, ഇപ്പം വർദ്ധിച്ച ഫീസ്, പ്രവേശനം കിട്ടാനായിട്ട് ചില കോളേജുകളിലും സ്കൂളുകളിലും പ്രവേശനം കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട്, പിന്നെ CBSE സ്കൂളിൻ്റെ പേരിൽ നടക്കുന്ന കൊള്ള എന്ന് പറയുന്ന, അതുപോലെ തന്നെ അധ്യാപകർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കാത്തത്, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അതായത് ഈ നയം നടപ്പാക്കുന്നതിലുള്ള പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആശയത്തിൽ ഊന്നിയുള്ള പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫെസിലിറ്റേറ്റേഴ്സായിട്ട് നിൽക്കുന്ന മാനേജ്മെൻറ്റുകളും അത്തരത്തിലുള്ള ആൾക്കാർക്കും ഇതിലൊരു വലിയ പങ്കില്ലേ? തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിദ്യാഭ്യാസം സംലഭ്യമാക്കി കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം സംലഭ്യമാക്കി കൊടുക്കുന്നത്. എന്നാൽ സർക്കാരിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളതിനാൽ അത് നടപ്പിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാനേജ്മെൻറ്റുകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു. മാനേജ്മെൻറ്റുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണം. ഒരു ഗവൺമെൻറ് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് നടപ്പിലാക്കുന്നതിന് എത്ര രൂപ വരുന്നു എന്നുള്ളത് ഗവൺമെൻറ് അധികാരികൾക്കറിയാം. അപ്പോൾ സർക്കാർ നടത്തേണ്ടതായ ആ ഉത്തരവാദിത്വം നടപ്പിലാക്കുവാൻ അവരെ കൊണ്ട് സാധിക്കാത്ത സാഹചര്യത്തിൽ മാനേജ്മെൻറ്റുകളെ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനും അവിടെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നതിനും അധ്യാപകരെ അപ്പോയിൻ്റ് ചെയ്യുന്നതിനും ഒക്കെ അവർ പരിശ്രമിക്കുമ്പോൾ അവരുടെ ഉദ്ദേശവും ഈ വികസനത്തിൻ്റെ വിമോചനത്തിൻ്റെ ഒരു വലിയ സന്ദേശം കൊടുക്കുക എന്നുള്ളതിനപ്പുറമായിട്ടൊന്നും വരാൻ പാടില്ല. അവിടെ ലാഭമോ നഷ്ടമോ എന്നുള്ള ഒരു സങ്കല്പമല്ല. ഇതൊരു വലിയ സേവനമായി ശുശ്രൂഷയായി കണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെതായ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ അതിൽ നിന്ന് എന്ത് ലാഭം ഉണ്ടാകുമെന്നോ നഷ്ടമുണ്ടാകുമെന്നോ ഒക്കെ നോക്കി ലാഭനഷ്ടങ്ങൾ തട്ടിച്ചു നോക്കിക്കൊണ്ട് പോയാൽ ഈ ഉദ്ദേശം നേടിയെടുക്കാനാവില്ല.
മാനേജ്മെൻറ്റുകൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ സർക്കാർ കലവറയില്ലാത്ത പിന്തുണ നൽകണം. കാരണം സർക്കാരിനെ കൊണ്ട് സാധിക്കാത്തത് നടപ്പിലാക്കാൻ മാനേജ്മെൻറ്റുകളെ ഏൽപ്പിക്കുമ്പോൾ ആ മാനേജ്മെൻറ്റുകളോട് സഹകരിച്ച് സർക്കാർ മുൻപോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങൾക്ക് കുറേ കൂടെ ഒരു എളുപ്പമുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞു ഈ സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച്. ഈ സ്വാശ്രയ വിദ്യാഭ്യാസ രംഗം എല്ലാ വർഷവും എല്ലാ സർക്കാരിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണ് സ്വാശ്രയ വിദ്യാഭ്യാസ രംഗം. ഈ സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്ത് സർക്കാരിന് ഒത്തിരി വീഴ്ചകളുണ്ട്. എല്ലാ സർക്കാരിനും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. അതിൽ കേരള സമൂഹത്തിന് അറിയാം, പൊതുജനങ്ങൾക്കറിയാം സർക്കാരിൻ്റെ ചില വിട്ടുവീഴ്ചകളാണ് ഇതിനകത്ത് ഇതിനെ ഇത്രമാത്രം ഗുരുതരമാക്കുന്ന അതാണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും ഈ മാനേജ്മെൻറ്റുകളെ നിയന്ത്രിക്കാൻ ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയാത്തതും സർക്കാരിൻ്റെ വലിയൊരു ബോഡി, സർക്കാർ എന്ന വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ കീഴിലേക്ക് കുറേയൊക്കെ വിട്ടുവീഴ്ചകൾ കാണിക്കാൻ നമ്മുടെ മാനേജ്മെൻറ്റുകൾ തയ്യാറാകാത്തതും ഒരു വലിയ പ്രശ്നമല്ലേ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കാർ നടത്തുന്ന ഒരു കോളേജ്, ഒരു സ്കൂള്, ഒരു മെഡിക്കൽ കോളേജ്, ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെ എത്ര രൂപ ചെലവാക്കുന്നു എന്നുള്ളത് നോക്കുമ്പോൾ അതനുസരിച്ച് മാനേജ്മെൻറ്റുകൾ ഇതെങ്ങനെ നടത്തിക്കൊണ്ട് പോകും എന്നുകൂടെ ചിന്തിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. സർക്കാർ നടത്തുമ്പോൾ ഇത്രയാവുന്നുണ്ട്, അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് നടത്തുമ്പോൾ അപ്പോൾ ആ മാനേജ്മെൻറ്റുകൾ സർക്കാർ നടത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് മാനേജ്മെൻറ്റുകളെ ഏൽപ്പിക്കുന്നതെങ്കിൽ ആ മാനേജ്മെൻറ്റുകൾ അങ്ങനെ നടത്തിക്കൊണ്ട് വരും. അതിന് ആനുപാതികമായിട്ടുള്ള ഫീസ്, അതിനുള്ള സൗകര്യങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കുന്ന മാനേജ്മെൻറ്റ് എന്തോ ചില അപരാധം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ സർക്കാരോ മറ്റുള്ളവരോ കാണുന്നെന്ന് വരികിൽ അത് തെറ്റാണ്. കാരണം പല സ്ഥാപനങ്ങളെക്കുറിച്ചും വ്യക്തിപരമായി എനിക്കറിയാവുന്നതാണ്. പല മെഡിക്കൽ കോളേജുകളെക്കുറിച്ചും എഞ്ചിനീയറിംഗ് കോളേജുകളെക്കുറിച്ചും ഒക്കെ അതിന് ഇൻഫ്രാസ്ട്രക്ചറും മറ്റു കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തി കടുത്ത കടബാധ്യതയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ സർക്കാർ നടത്തുന്ന കോളേജിലും മെഡിക്കൽ കോളേജിലായാലും എഞ്ചിനീയറിംഗ് കോളേജിലായാലും മറ്റ് പ്രൊഫഷണൽ കോളേജുകളായിക്കൊള്ളട്ടെ, ആർട്സ് ആൻഡ് സയൻസ് കോളേജാകട്ടെ, അവിടെ എത്ര രൂപ ചിലവാക്കുന്നു എന്നുള്ളതിന് മനസ്സിലാക്കാവുന്ന സർക്കാരിന് ഇത് ഈ മാനേജ്മെൻറ്റ് എങ്ങനെ ഫീസില്ലാതെ നടത്തും? ഫീസ് കൊടുക്കാതെ സർക്കാർ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്ന സാഹചര്യത്തിൽ നടത്തിക്കൊണ്ടു പോകുന്നത് പോലെ മാനേജ്മെൻറ്റുകൾക്ക് കൊടുക്കാൻ ഫീസില്ല. അവർ സേവനം ചെയ്യാൻ തയ്യാറാകണം. ആ സേവനത്തെ അംഗീകരിച്ചുകൊണ്ട് അത് പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ മാനേജ്മെൻറ്റിൻ്റെ സേവന മനോഭാവം അല്പം കൂടി ഒന്ന് വർദ്ധിക്കണം. അതായത് അർഹമായ കുട്ടികൾക്കിപ്പം മാർക്ക് പഠിക്കാൻ മിടുക്കരാണെങ്കിലും അഡ്മിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, സാമൂഹിക പിന്നോക്കാവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ ഈ CBSE സ്കൂളുകളിലടക്കം ജോലി ചെയ്യുന്ന അധ്യാപകർ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, വളരെ സർക്കാർ സ്ഥാപനങ്ങളിലെ അതേ നിലവാരത്തിനേക്കാൾ ഉപരിയും അതേ നിലവാരത്തിലുപരിയും വിദ്യാഭ്യാസ യോഗ്യതയുള്ള അധ്യാപകർ നമ്മളുടെ CBSE സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, സ്വാശ്രയ കോളേജുകളിൽ, സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് കൊടുക്കുന്ന വേതനത്തിൻ്റെ അടക്കം കാര്യങ്ങളിൽ കുറച്ചുകൂടെയൊക്കെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കേണ്ടതല്ലേ? അതിന് CBSE ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. CBSE അംഗീകരിക്കുന്ന ഫീസ് കൊടുക്കണം എന്നുള്ളത്. അത് സ്റ്റേറ്റിൻ്റെ സാലറി ആകാം, അല്ലെങ്കിൽ CBSE വെച്ചിരിക്കുന്ന സാലറി ആകാം. കോളേജുകളെ സംബന്ധിച്ചിടത്തോളം UGCക്ക് ഒരു നിയമമുണ്ട്. ആ UGC നിയമം പാലിക്കണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ നിയമം പാലിക്കണം. അത് പാലിക്കാത്ത കോളേജുകൾക്ക് അംഗീകാരം കൊടുക്കാൻ പാടില്ല. അത് ഇംപ്ലിമെൻറ്റേഷൻ ഫ്രം ദ പാർട്ട് ഓഫ് ദ ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഇനിയും പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള സൗകര്യം നിശ്ചയമായിട്ടും കൊടുത്തിരിക്കണം. അത് ഗവൺമെൻറ് ആയാലും മാനേജ്മെൻ്റ് ആയാലും അതിനുള്ള സൗകര്യങ്ങൾ കത്തോലിക്ക സഭയുടെ മാനേജ്മെൻറ്റുകളിൽ എബൌട്ട് 25% പാവപ്പെട്ടവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. പാവപ്പെട്ടവരോട് പക്ഷം ചേർന്നുകൊണ്ട് സമൃദ്ധരായ കുട്ടികൾക്ക് ഫീസില്ല എന്ന കാരണത്താൽ പഠിക്കാനിടയാകരുത്, പഠിക്കാതിരിക്കരുത്. അവർ പഠിക്കണം. അതിനുള്ള സൗകര്യം കൊടുക്കാൻ സ്കോളർഷിപ്പുകൾ അല്ലെങ്കിൽ കഴിവുള്ള ആളുകളിൽ നിന്ന് സംഭാവന വാങ്ങിച്ച് ഈ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കണം. അതിനുള്ള സൗകര്യം ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ചെയ്യണം.
നമ്മളുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ സാംസ്കാരികമായിട്ട് വളരെ ഔന്നത്യത്തിൽ വളരെ ഉന്നത നിലയിൽ നിൽക്കുന്നു എന്നും അവകാശപ്പെടുന്ന കേരളീയ സമൂഹത്തിൽ അടുത്ത കാലത്തായി ചില പുഴുക്കുത്തുകളുണ്ടായിട്ടുണ്ട്. അപ്പം ഈ സദാചാര പോലീസിങ്, മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിലേക്ക് ഉള്ള കടന്നുകയറ്റം, സദാചാര പോലീസിങ്, അത് ഒരു പരിധിവരെ സാമൂഹികമായ ഒരു നിയന്ത്രണം, സമൂഹത്തിൻ്റെ നിയന്ത്രണം എല്ലാ കാര്യത്തിലും ആവശ്യമാണെന്നിരിക്കെ, അതൊരു യാഥാർത്ഥ്യമാണെന്നിരിക്കെ ഇതൊരു വഴിവിട്ട രീതിയിലേക്ക്, അക്രമത്തിൻ്റെ ഒരു വഴിയിലേക്കൊക്കെ പോകുന്നതായി ഉള്ള വാർത്തകളും അതിനെ സംബന്ധിച്ചുള്ള അതിനെ തുടർന്നുള്ള ചില പ്രതികരണങ്ങളും നമ്മൾ കേരള സമൂഹത്തിന് കേൾക്കാത്ത ഇതുവരെ അനുഭവിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള ചുംബന സമരം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങളാവാം. ഇത് തീർച്ചയായിട്ടും ആ വഴിയിലേക്കൊക്കെ പോവുകയാണ്. ഇത് അങ്ങ് ഇതിനെയൊക്കെ എങ്ങനെ കാണും? മനുഷ്യനെ മനുഷ്യനായി കാണണം. അവനെ വെറും ഒബ്ജക്റ്റായിട്ട്, വെറും വസ്തുവായിട്ട്, എൻ്റെ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ആനന്ദത്തിൻ്റെ, എൻ്റെ സാമ്പത്തിക നേട്ടത്തിൻ്റെ ഒരു ഉപകരണമായി കാണാൻ പാടില്ല. മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് അവൻ്റെ മനുഷ്യത്വത്തെ അംഗീകരിച്ച് അവൻ്റെ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ വളർത്തുക, ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ മനുഷ്യത്വമില്ലാത്ത ഏത് പ്രവർത്തനങ്ങൾ ആര് കാണിച്ചാലും അത് അംഗീകരിക്കാനാവില്ല. അത് നിയന്ത്രിക്കാനുള്ള ഒരു ധാർമ്മിക ബോധം ഇവിടുത്തെ ക്രമസമാധാന പാലന പരിപാടികൾക്കുണ്ട്, നമ്മുടെ സംസ്ഥാനത്തിനുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ സധൈര്യം നേരിടുവാൻ സാധിക്കണം, അതിനെ ക്രമസമാധാന രീതിയിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കണം. അല്ലാതെ വാളെടുക്കുന്നവരൊക്കെ വെളിച്ചപ്പാടെന്നും പറഞ്ഞ് സദാചാര പോലീസെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേര് പറഞ്ഞ് രാത്രിയിലും പകലുമൊക്കെ മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. ആ ഉത്തരവാദിത്തം അവർ നിറവേറ്റണം. അല്ലാതെ ലോക്കലായിട്ടുള്ള ആളുകൾക്ക് എന്തും ഗുണ്ടാത്തരം കാണിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. ഇതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും വരികയാണ്. മറൈൻ ഡ്രൈവിൽ, കൊച്ചി മറൈൻ ഡ്രൈവിൽ ഈ ചുംബന സമരം നടന്നു. ഇപ്പോൾ അതിനോടനുബന്ധിച്ച് ഇന്ത്യയിലാകെ ചുംബന സമരം നടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, ഒരു എക്സാഗ്രേറ്റഡ്, അതിഭാവത്വം നിറഞ്ഞ പ്രതികരണങ്ങൾ, അത് ഒഴിവാക്കേണ്ടതല്ല. ഇത് ചില ആളുകളുടെ വികലമായ ചിന്താഗതിയിൽ നിന്ന് ഉടലെടുത്തതാണ്. അല്ലാതെ ബോധപൂർവമായിട്ടുള്ള, വിദേശ രാജ്യങ്ങളിൽ പോലും ഇപ്പോൾ പേരൻസ് മറ്റേ ഫ്രണ്ട്സ് ചുംബിക്കുക എന്ന് പറയുന്നത് മറ്റൊരു മോശമായ രീതിയിലല്ല. പക്ഷേ ഇവിടെ എറണാകുളത്ത് അവർ സംഘടിപ്പിച്ചു എന്ന് പറയുന്നത് ആർക്കും എന്തുമാകാം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു പ്രകടനമായിട്ട് അതിനെ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ജനം എതിർത്തതും പോലീസ് അത് ഇടപെടേണ്ടി വന്നതായ ഒരു സാഹചര്യം. വാസ്തവത്തിൽ ഈ ചുംബനമെന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. അപ്പം അപ്പൻ മക്കളെ ചുംബിക്കുന്നു, അമ്മ കുഞ്ഞിനെ ചുംബിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ കുഞ്ഞിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ക്ഷയിക്കാൻ കൊടുക്കുന്നില്ല, അവർ ചുംബനം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ വേറെ മോശമായ രീതിയിലുള്ള ഒരിതല്ല. പക്ഷേ ഇവിടെ ചുംബനമെന്ന് പറയുമ്പോൾ അത് ഉടനെ അത് മോശമായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ അതിന് അർത്ഥം കൊടുക്കുമ്പോൾ അതേതോ വലിയ കാര്യമാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുന്നു, അവിടെ ഒരു വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു ഇതാണ് എറണാകുളത്ത് നമ്മൾ കണ്ടത്. അതൊക്കെ നമുക്ക് ബാലിശ്യമായിട്ടുള്ള രീതിയിൽ, അല്ലെ വിദേശത്തുനിന്ന് നടക്കുന്നതൊന്നും അറിയാതെ അതൊക്കെ ഇവിടെ അനുകരിക്കാമെന്നുള്ള രീതിയിലൊക്കെ വന്നാൽ അതൊന്നും ആരും അംഗീകരിക്കില്ല. ഈ സമൂഹത്തിൻ്റെ ആകത്തുകയായിട്ടുള്ളൊരു മൂല്യച്യുതിയുടെ ഭാഗമാണ് അങ്ങും വിശ്വസിക്കുന്നു. അങ്ങ് അതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ പറഞ്ഞു, അതായത് യുവാക്കളാണ് സമൂഹത്തിൻ്റെ ഒരു ഭാവി കാര്യങ്ങൾ. അപ്പോൾ യുവാക്കൾക്കുണ്ടാകുന്ന എല്ലാ മൂല്യച്യുതിയും സമൂഹത്തിൻ്റെ മൊത്തം മൂല്യച്യുതിയിലേക്ക് പിന്നെ വരും. സമൂഹത്തിൻ്റെ ഒരു സാംസ്കാരിക, സമൂഹത്തിനുണ്ടാകുന്ന ഒരു സാംസ്കാരിക അതിൽ അതിൽ നിന്നൊരു ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് ഒരു പ്രതിവിധി എന്നുള്ള നിലയിൽ മതങ്ങൾക്കും മതാധിഷ്ഠിത പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ പൂർണ്ണമായ ഒരർത്ഥത്തിൽ അത് പ്രാവർത്തികമാകുന്നില്ല. ഓരോ വ്യക്തികളെയും അവരായി കാണാനും അവരെ അംഗീകരിക്കാനും അവരുടെ കുറവുകൾ സ്നേഹപൂർവ്വം തിരുത്തിയെടുക്കാനുമുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കുടുംബത്തിനും കൂട്ടായ്മയ്ക്കും സഭയ്ക്കും സമൂഹത്തിനുമുണ്ട്.
ഇന്ന് കൗൺസിലിംഗ് വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ പ്രായോഗികമായിട്ടുള്ള കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ പോലും കൗൺസിലിങ്ങിന് പ്രാധാന്യം കൊടുക്കണം. കുട്ടികളെ ആ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് അവരുടെ കുറവുകൾ മനസ്സിലാക്കി കൊടുത്ത് അവരെ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളൊരു സംവിധാനമുണ്ട്. പക്ഷേ ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കണം. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും അപജയം സംഭവിച്ചാൽ അവനെ കണ്ടം ചെയ്യുകയല്ല, അവനെ തിരുത്തിയെടുക്കുക, അവനെ സ്നേഹത്തോട് തിരുത്തിയെടുക്കുക. അതിന് ഒരപ്പൻ്റെ, അമ്മയുടെ, സഹോദരൻ്റെ, സഹോദരിയുടെ, സുഹൃത്തിൻ്റെ ഒരു മനോഭാവം നമ്മൾ വെച്ചു പുലർത്തിയെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള അപജയങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതൊരു ജോയിൻ്റ് എഫർട്ടാണ്, ഒരാൾ മാത്രമല്ല. എല്ലാ മേഖലകളിലും എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ കുഞ്ഞ് എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ എല്ലാ മക്കളെയും നമ്മുടെ മക്കളായി കണ്ടുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മളൊക്കെ പ്രവർത്തിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ യുവാക്കന്മാർ, യുവതികളൊക്കെ നല്ല നിലയിൽ വരും. അങ്ങനെ നമ്മുടെ രാജ്യത്തിനൊരു വലിയ അഭിവൃദ്ധി ഉണ്ടാകും. കാരണം വി ലേൺ ഫ്രം ദ പാസ്റ്റ് ഇൻ ദ പ്രസൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ. ഇന്നലകളിൽ എങ്ങനെയായിരുന്നു അന്നത്തെ സാഹചര്യം വേറെയാണ്, ഇന്ന് എങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യം വേറെയാണ്, നാളെ എങ്ങനെ ആയിത്തീരും നമുക്കറിയില്ല. കാലഘട്ടത്തിൻ്റെ കടുത്ത വെല്ലുവിളികളെ നേരിട്ട് ഒരു ജനത്തെ അത് അഭിമുഖീകരിക്കുവാൻ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. മറ്റൊരു വിഷയത്തിലേക്ക് വരാം. നമ്മളുടെ സഭകൾ തമ്മിലുള്ള ഒരു ഐക്യവും അതിൽ ഒരു പരിധിവരെ ഇപ്പോൾ നല്ല നല്ല വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പം സഭാ നേതൃത്വങ്ങൾ തമ്മിൽ പഴയ പോലുള്ള ഒരു ശത്രുതാ മനോഭാവങ്ങൾ അങ്ങനില്ല. സഭ കുറേ കൂടെ ശക്തമായി പോകുന്നതിന് ഈ അനൈക്യം വളരെ തടസ്സമാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ സഭാ നേതൃത്വങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും സഭാ തർക്കങ്ങൾ പലപ്പോഴും അതിരുവിടുകയും അത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്യുന്നുണ്ട്. അത് അങ്ങേപ്പോലുള്ളവർക്ക് അതൊരു പക്ഷേ വേദനാജനകമായ വാർത്തകളായിരിക്കാം. എങ്കിൽ പോലും അതൊരു യാഥാർത്ഥ്യമല്ല. ഈ സഭാ തർക്കങ്ങൾ അതിൻ്റെ അതൊക്കെ ഒഴിവാക്കേണ്ട ഒരു സമയമായില്ലേ ശരിക്കും പറഞ്ഞു? തീർച്ചയായിട്ടും സഭയെന്ന് പറയുമ്പോൾ തർക്കമല്ല, അവിടെ സ്നേഹമാണ്, അവിടെ കാരുണ്യമാണ്, അവിടെ ദൈവത്തെ മുൻനിർത്തി ജീവിക്കുകയാണ്. അവിടെ ഏറ്റവും വലിയവൻ ദൈവമാണ്. അല്ലാതെ ആരാണ് വലിയവൻ ചെറിയവൻ എന്നുള്ള തർക്കമല്ല സഭയിൽ വരേണ്ടത്. സഭയിൽ വിശ്വാസികളുടെ കൂട്ടായ്മ ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട്, മനുഷ്യരെ അംഗീകരിച്ചുകൊണ്ട്, മനസാക്ഷി അംഗീകരിച്ചുകൊണ്ട് എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് പോവുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് എല്ലാ മതങ്ങൾക്കും ഉള്ളത്. സഭ എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ കൂട്ടായ്മ എന്നുള്ളതിൽ ക്രൈസ്തവ സഭയെടുത്താൽ ഒരു സഭയിലും ഭിന്നിപ്പിൻ്റെ ഒരു ലക്ഷണം വരുന്നുവെന്ന് വരികിൽ അത് ദൈവികമല്ല, അത് മാനുഷികമാണ്. ദൈവികമെന്ന് പറയുന്നത് എല്ലാവരും ഒന്നായി നിൽക്കുന്ന ഒരു ദൈവവുമായും മനുഷ്യരുമായും മനസാക്ഷിയുമായും ഈ പ്രപഞ്ചവുമായി ഒന്നായി നിൽക്കുന്ന ഒരു ഇതാണ് സഭ ലക്ഷ്യമാക്കുന്നത്. അല്ലാതെ മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യക്തികളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമോ സംവിധാനമോ ഒന്നുമല്ല സഭ എന്ന് പറയുന്നത്. അപ്പോൾ സഭ എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. സത്യത്തിലും സനാതന മൂല്യങ്ങളിലും പടുത്തുയർത്തിക്കൊണ്ട് മുൻപോട്ട് പോകേണ്ട ഒരു സമൂഹമാണ്. അവിടെ ഈ രാജ്യത്തിൻ്റെയും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവരാജ്യമെന്ന് പറയുന്ന സ്വർഗീയ അനുഭവത്തിൻ്റെയും ഒരു മുന്നാസ്വാദനം അനുഭവിക്കുക എന്നുള്ളതാണ് സഭാ മക്കളുടെ കടമ. അവിടെ അത് സാധിക്കുന്നില്ല എങ്കിൽ അത് ദൈവികമല്ല. ഈ ഭൗതികമായ ചില പ്രശ്നങ്ങളും ഇതിനകത്തിലുണ്ടല്ലോ. ഭൗതികമായ പ്രശ്നങ്ങൾ ഈ വളരെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്തു സംബന്ധമായ തർക്കങ്ങൾ അങ്ങനെയൊക്കെയുള്ള ചില ഇതിലൊന്നും വിട്ടുവീഴ്ചയില്ലാതെ പോവുകയാണ്. കോടതി, സുപ്രീം കോടതി, ഹൈക്കോടതിയിൽ നിന്ന് പോയി സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും, ഇങ്ങനെ ഒരു സംഭവങ്ങൾ. അപ്പോൾ ഇതിലൊക്കെ കുറേയൊക്കെ ഇതിനകത്തൊരു സമവായം വന്നിട്ട് അത് ഈ പ്രശ്നം സോൾവ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അത് ആ പ്രശ്നം സോൾവ് ചെയ്യുന്ന ഈ പ്രശ്നം പരിഹരിക്കാനുള്ള സമയമൊക്കെ അതിക്രമിച്ചു എന്ന് കരുതുന്നുണ്ടോ? ഇത് പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കണം. പ്രശ്നം നീട്ടിക്കൊണ്ടു പോകുക എന്ന് പറയുന്നത് വളരെയേറെ ആപൽക്കരമായ ഒരു കാര്യമാണ്. ഒരു പ്രശ്നം വന്നാൽ എന്താണ് പ്രശ്നം, അത് പരിഹരിക്കാൻ അവർ തന്നെ പരിശ്രമിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് അത് അംഗീകരിച്ചുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി, പ്രശ്നം പരിഹരിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത്. എന്നാൽ ഈ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് നോക്കുമ്പോൾ നാം ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നമ്മളാരും ഒന്നും കൊണ്ടുവന്നില്ല.
ഈ ലോകത്തെ വിട്ട് നമ്മളെല്ലാം പോകുന്നവരാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്രയോ പേരുടെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒരു 2 പേരുടെ ശവസംസ്കാര കർമ്മത്തിന് പോകുന്നു, ഓതറ ഭാഗത്തും തിരുവനന്തപുരം ഭാഗത്തും. അപ്പോൾ ഇപ്പോൾ ഓരോ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ ഈ ലോകത്തെ വിട്ട് പോകേണ്ടവർ. പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനാവില്ല, വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനാവില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ തർക്കം? അവിടെയാണ് നമ്മൾ സ്വാർത്ഥത, അധികാരം, പണം, പ്രതാപം, ഇതൊന്നും ദൈവികമല്ല. ദൈവികമായിട്ടുള്ളത് സ്നേഹമാണ്, സേവനമാണ്. അതാണ് യേശു തമ്പുരാൻ കാണിച്ചു തന്നത്. ആ യേശുക്രിസ്തുവിൻ്റെ അനുയായികളിൽ ഒരിക്കലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ പാടില്ല. അത് ദൈവികമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മതത്തിൻ്റെ പേരിൽ നടക്കുന്ന സംഘടനകളും വർഗീയ സംഘർഷങ്ങളും പോലുള്ള അതിൻ്റെ ഒരു പടി കൂടെ കടന്ന് തീവ്രവാദം, അതൊക്കെ ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഈ പ്രത്യയശാസ്ത്രവും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ മതതീവ്രവാദത്തെയും മറ്റും മനുഷ്യനെ വിമലീകരിക്കുന്നതിൽ ഒരു പരിധിവരെ പരാജയപ്പെടുകയല്ലേ ശരിക്കും? തീവ്രവാദം അതേത് ഭാഗത്താണെങ്കിലും അതൊരു സൊല്യൂഷനല്ല. അത് അവരെയും സമൂഹത്തെ നശിപ്പിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരു മതവും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ തീവ്രവാദം കടന്നു വരുന്നത്? ചില തൽപര കക്ഷികളുടെ സ്വാർത്ഥതയുടെ ഫലമായിട്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് ഉടലെടുക്കുന്ന അപകർഷതാ ബോധത്തിൽ നിന്ന് ഒക്കെയാണ് ഈ തീവ്രവാദത്തിലേക്ക് പോകുന്നത്. അത് ഒരു മതവും തീവ്രവാദത്തെ അംഗീകരിക്കാൻ പാടില്ല, അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പക്ഷേ തീവ്രവാദികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് കാണേണ്ടത്. മതം എന്ന് പറയുന്നത് മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം, മനുഷ്യനുമായിട്ടുള്ള ബന്ധം. ആ ബന്ധത്തിന് ഹാനികരമായിട്ടുള്ളതൊന്നും ദൈവികമല്ല, മാനുഷികമല്ല. തീർച്ചയായിട്ടും സമൂഹത്തിന് ഹാനികരമായ ഒന്നും ദൈവികമല്ല. ജാഗ്രത വേണം, എല്ലാ കാര്യത്തിലും ജാഗ്രത വേണം. അതുപോലെ തന്നെ നമ്മുടെ അധികാര കേന്ദ്രങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ ഒക്കെ കാര്യക്ഷമമാക്കണം. നന്ദി, നമസ്കാരം.